നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് അഘോര വിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നലെ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചാണ് ആ വീഡിയോയിൽ പറയുന്നത്. രാഹു കേതുക്കൾ 2025 മെയ് 18 രാത്രി 9:30 രാഹു മീനത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് മാറുന്നത്. ഇത് പ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചില രാശിയിൽ വരുന്ന ആൾക്കാർക്ക് ഗുണങ്ങളും ചില രാശി നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ആണെന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോ ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് സാധാരണക്കാരായ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നാഗശാപങ്ങളും നാഗദോഷങ്ങളും ദുരിതങ്ങളും വന്നുപെട്ട് കഴിഞ്ഞാൽ അതിനെ ആവാഹിച്ചു മാറ്റുക, അല്ലെങ്കിൽ വലിയ വലിയ സർപ്പബലി പോലുള്ള കർമ്മങ്ങൾ, ഇതൊന്നും അത്ര പ്രായോഗികമായ കാര്യമല്ല എന്ന് നമുക്കറിയാം. വലിയ ചെലവുള്ള കർമ്മരീതികളാണ് അതൊക്കെ. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ബുദ്ധിമുട്ടും സാമ്പത്തിക തടസ്സവും ഒക്കെ വന്ന് ഇത് ചെയ്യാൻ കഴിയാതെ അവർ വലയുന്നൊരവസ്ഥ നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. നാഗദേവതകൾ അഥവാ നമ്മളുടെ രാഹുകേതുക്കളെ നാഗദേവതകളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഗ്രഹങ്ങൾ ദേവതകളുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ പ്രതിപുരുഷന്മാരാണ്. അങ്ങനെ നോക്കുമ്പോൾ നാഗദേവതകളുടെ പ്രതിരൂപങ്ങളാണ് രാഹുകേതുക്കൾ. ഈ രാഹുകേതുക്കളുടെ മാറ്റം നേരത്തെ പറഞ്ഞു, നമ്മുടെ ചില നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അത് പ്രകാരം ഈ നാഗദേവതകൾ അഥവാ രാഹുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാഹു 6, 8, 12 ഭാവങ്ങളിൽ അല്ലെങ്കിൽ ബാധാരാശിയിലൊക്കെ നിൽക്കുമ്പോൾ സർപ്പശാപം, സർപ്പദുരിതം, സർപ്പദോഷം, സർപ്പശാപം എന്നിങ്ങനെ പല രീതിയിൽ ജ്യോതിഷം പറയുന്നുണ്ട്. ഇത്തരം ദോഷങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അത്തരം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ. സർപ്പക്കാവുകളിലും മറ്റും ചില ഇഴജന്തുക്കളോ അല്ലെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ അത് വൃത്തിയില്ലാതെ കിടക്കുകയോ അവിടുത്തെ മരങ്ങൾ ചില്ലകളൊക്കെ വെട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും സർപ്പശാപം ഏൽക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരൂപം പൂണ്ട ദേവതകളാണ് ഈ മനുഷ്യരൂപത്തിൽ വരുന്ന നാഗദേവതകൾ. നമ്മൾ കാണുന്ന ഈ സാധാരണ ഇഴജന്തുക്കളല്ല നാഗദേവതകൾ. വളരെ ചെറിയ സർപ്പങ്ങളാണ്, അതായത് ചെറിയ നാഗരൂപങ്ങളാണ്. അത് അവർ മനുഷ്യരൂപം പൂണ്ട് നടക്കുന്ന ദേവതകൾ എന്നാണ് വിശേഷിപ്പിക്കാറ് നാഗദേവതകളെ. അപ്പോ ഇത്തരം ദേവതകളുടെ ദോഷം ഏറ്റുകഴിഞ്ഞാൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം താറുമാറാകുന്നതാണ്. പ്രത്യക്ഷ ദേവതകളാണ് നാഗദേവതകൾ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ഗുളികൻ, ചൊവ്വ, സൂര്യൻ, ശനി തുടങ്ങിയ പാപഗ്രഹങ്ങളുടെ ചേർച്ചയോ യോഗമോ രാഹുവിനുണ്ടെങ്കിൽ സർപ്പദോഷം കടുത്തതാണ് അഥവാ സ്ട്രോങ് കൂടിയതാണെന്ന് നമുക്ക് പറയാം. ജ്യോതിഷ പ്രകാരം
ഇങ്ങനെയുള്ള ദോഷങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് സാധാരണ രീതിയിൽ പരിഹാരം പറയാറുണ്ട്. അപ്പോ ചില പരിഹാരങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇന്ന് എന്നെ ചെറുപ്പളശ്ശേരിയിൽ നിന്നും ഒരു വ്യക്തി വിളിച്ചിരുന്നു. ആ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്. അവരുടെ വീടിന്റെ ഒരു മുറിയിൽ സ്ഥിരമായിട്ട് മണ്ണിന്റെ പുറ്റുകൾ ഉണ്ടാവുന്നു. എത്ര ക്ലീൻ ചെയ്താലും അത് പോകുന്നില്ല, അത് വീണ്ടും അവിടെ തന്നെ ഉണ്ടാവുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നമൊക്കെ നടത്തി. സാധാരണക്കാരായ ആൾക്കാരാണ്, അവർക്കൊരു പ്രശ്നം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര സാമ്പത്തികമില്ലാത്ത പാവപ്പെട്ട ആൾക്കാരാണ്. അവരുടെ വീട്ടില് ഒരു ശാപം പോലെയാണ്. അവരുടെ ആങ്ങളമാര് അങ്ങനെയുള്ള കുറച്ച് ആണുങ്ങളായി ജനിച്ചവരൊക്കെ ഒരു 50 വയസ്സിന് മീതെ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 50 വയസ്സിന്റെ ഉള്ളിൽ തന്നെ അവർ മരണപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു കുടുംബം തന്നെ താറുമാറായി പോകുന്ന അവസ്ഥയാണ് കണ്ടുവന്നത്. അപ്പോ അവിടെ സർപ്പദോഷം വളരെ കാഠിന്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവരത് താമ്പൂല പ്രശ്നം പോലുള്ള പ്രശ്നം നടത്തി അത് ആവാഹിച്ച് പ്രസിദ്ധമായ ഒരു മനയിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവരത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് പാലക്കാട് ജില്ലയിലുള്ള മറ്റൊരു മനയിൽ കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ സർപ്പത്തിന്റെ പുറ്റോ മറ്റുള്ള കാര്യങ്ങളോ അവിടെ നിന്ന് പോകുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പോ ഇത് പിന്നീട് ചിന്തകൾ നടത്തിയപ്പോ ഈ ഒരു സംഭവം അവിടെ നിന്ന് പോവില്ല അവരെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്. എനിക്ക് നേരിട്ട് അറിവില്ല, ഫോണിലൂടെ വിളിച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോ അവർ പറഞ്ഞത് അത് അവിടെ നിന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞത് അത് അവിടെ നിന്ന് പോവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്, അത്രയും ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ട് ഉള്ള ആൾക്കാരാണ്. അവരുടെ വീട്ടിൽ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, സന്താനങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോ അവർക്ക് തന്നെ രോഗാദി ദുരിതങ്ങളാണ്. അവർക്ക് അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് പല കുടുംബങ്ങളിലും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു സർപ്പ പരിഹാരം ചെയ്യുക അത്ര എളുപ്പമായ കാര്യമല്ല. അതിനൊക്കെ ആവാഹിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ചെലവുള്ള ഒരു പൂജാതി കർമ്മങ്ങളാണ്. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് താങ്ങാവുന്നതിന് അപ്പുറമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പരിഹാരങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, രാഹു, ശനി, ഗുളികൻ, ചൊവ്വ, സൂര്യൻ തുടങ്ങിയ പാപഗ്രഹങ്ങളോട് കൂടി നിന്നു കഴിഞ്ഞാൽ സർപ്പശാപം വളരെയധികം സ്ട്രോങ് ആണെന്ന് അറിയാം. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ യോഗം ബന്ധം വന്നു കഴിഞ്ഞാൽ ആ സർപ്പം ഉത്തമ സർപ്പമാണെന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഗുളികന്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത് അധമ സർപ്പമാണെന്നും പറയുന്നു. അതേപോലെ തന്നെ സൂര്യന്റെ ബന്ധം ഈ രാഹുവിന് സൂര്യന്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത് ഉത്തമ സർപ്പമാണെന്നും ചന്ദ്രന്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത് അധമ സർപ്പങ്ങളാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സർപ്പദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ നിസ്സാരമായ കാര്യം കൊണ്ട് നമുക്ക് ഈ സർപ്പശാപം ഒരു 95% നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. വേണ്ട രീതിയിൽ സർപ്പങ്ങളെ ഭജിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുകയുമാണ് അതിന് ഏറ്റവും ഉത്തമമായ പരിഹാരം എന്നുള്ളതാണ്. അതിന് വലിയ വലിയ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ വലിയ രീതിയിൽ പണമൊന്നും കൊണ്ടുപോയി കളയാൻ നിൽക്കരുത്. അതൊക്കെ അത്ര ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പരിഹാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അവരിത് എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ള പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ചിട്ടും പലിശക്ക് എടുത്തിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടും ഈ സർപ്പദോഷം തീരുന്നില്ല അവരുടെ. അപ്പോ അതിന് പരിഹാരമായിട്ടാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഈ വീഡിയോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഓരോ രാശിക്കാരും ഇതിന് പരിഹാരമായിട്ട് ഭജിക്കേണ്ട നാഗങ്ങളെ കുറിച്ച് പറയാം. മേടം, ചിങ്ങം, മകരം, കുംഭം രാശികളിൽ ജാതകത്തിൽ രാഹു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ശൈവനാഗമായ വാസുകിയെ ഭജിക്കുകയാണ് വേണ്ടത്. ശൈവനാഗമായ വാസുകിക്ക് ചെറിയ പാലും പൊടി അങ്ങനെയുള്ള ചെറിയ പൂജാതി കർമ്മങ്ങൾ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ വാസുകിയെ
ഭജിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സർപ്പശാപം ഒരു 100% കുറഞ്ഞു കിട്ടുന്നതാണ്. കാരണം അതിനോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ശൈവനാഗമായതുകൊണ്ട് ശിവക്ഷേത്ര ദർശനവും ശിവന് ധാര, പിൻവിളക്ക്, കൂവളമാല തുടങ്ങി ശംഖാഭിഷേകം തുടങ്ങിയ കാര്യങ്ങൾ വഴിപാടുകളായിട്ട് ചെയ്യുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വാസുകിയെ ഭജിച്ചു കഴിഞ്ഞാൽ മേടം, ചിങ്ങം, മകരം, കുംഭം രാശികളിൽ രാഹു നിൽക്കുന്ന ദോഷം വരുന്നവർക്ക് ഈ സർപ്പശാപത്തിന്റെ പരിഹാരമാണ് എന്നുള്ളതാണ്. ഇതോടുകൂടി ഇവരുടെ സർപ്പദോഷം നീങ്ങി ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അടുത്തത് രാശികളെ കുറിച്ച് ദോഷശാന്തിക്കായുള്ള കാര്യങ്ങൾ പറയാം. അതിനോടൊപ്പം തന്നെ സർപ്പശാപം ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സന്താനങ്ങളില്ലാതെ വരും. മൂത്ത പുത്രന്മാർക്കോ ഇളയ പുത്രനോ ഒക്കെ സന്താനങ്ങളില്ലാതെ വരിക, ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് മരണം സംഭവിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിരങ്ങ്, ചൊറി, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും കുട്ടികളിൽ കണ്ടുവരിക, മാറാവ്യാധികളായിട്ട് കുട്ടികൾക്ക് എന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഒന്ന്. അതിനോടൊപ്പം തന്നെ ഈ സർപ്പശാപത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് സാമ്പത്തിക ഞെരുക്കം. തീരെ സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥ. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിതത്തിൽ ഒരു സമ്പത്ത് വരാത്ത അവസ്ഥ ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ മാറാവ്യാധികളായ കുഷ്ഠം പോലുള്ള അസുഖങ്ങൾ, സോറിയാസിസ്, അതുപോലുള്ള വെള്ളപ്പാണ്ട്, പിന്നെ ആനച്ചർമ്മം പോലെ കറുത്ത ഒരു ചൊറി മേല് വരിക, ഇത്രയും അത് രൂക്ഷമായ സ്കിന്ന് സംബന്ധമായ അസുഖമാണത്. ഇത്തരം അസുഖങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ സർപ്പ ദോഷത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാം. അതിനോടൊപ്പം സന്താനങ്ങൾ ഇല്ലാതെ വരും എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം വരും, മാനസികമായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഇരട്ടിക്കൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരും, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവും. ഇത് സർപ്പശാപത്തിന്റെ ലക്ഷണങ്ങളാണ്. അത് മാത്രമല്ല കണ്ണിന് കാഴ്ച കുറയുക, ഇത് സർപ്പശാപത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുക, വിവാഹത്തിന് കാലതാമസം വരിക, ഇതൊക്കെ സർപ്പകോപത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ ദാരിദ്ര്യം, കടുത്ത ദാരിദ്ര്യം അനുഭവപ്പെടുക, ഇതും സർപ്പശാപത്തിന്റെ ദോഷത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ദോഷശാന്തിക്കായിട്ട് എന്താണ് പരിഹാരം നോക്കാം. ഇനി മിഥുനം, കന്നി, ധനു, മീനം രാശികളിൽ നിൽക്കുന്ന രാഹുവിന്റെ ദോഷശാന്തിക്കായിട്ട് വൈഷ്ണവ നാഗമായ അനന്തനെ ഭജിക്കുകയാണ് വേണ്ടത്. വൈഷ്ണവ നാഗമായ അനന്തനെ വേണ്ട വിധം ഭജിക്കുകയും അതിനോടൊപ്പം തന്നെ നാഗക്ഷേത്രങ്ങളിൽ നമുക്ക് കഴിയാവുന്ന ചില പരിഹാരങ്ങൾ ചെയ്യുകയും മാത്രമല്ല വൈഷ്ണവ ക്ഷേത്രത്തിൽ പോയി, വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ഭഗവാന് പാൽപായസം കഴിപ്പിക്കുകയും ഭഗവാന്റെ ഓം നമോ നാരായണ എന്ന മന്ത്രം 108 ഊരിൽ കുറയാതെ ദിനം പ്രതി ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ സർപ്പശാപം നിങ്ങൾക്ക് പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കുക. മാത്രമല്ല വലിയൊരു കർമ്മത്തിലേക്കൊന്നും സാധാരണക്കാർക്ക് പോകാൻ കഴിയാതെ വരും. അങ്ങനെയുള്ളവർ ഇത്തരം ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് സർപ്പദോഷ ശാന്തി വരുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും മനുഷ്യരൂപം പൂണ്ട നാഗദേവതകൾ തീർച്ചയായിട്ടും തന്നിരിക്കും. ഇനി അടുത്തതായിട്ട് ഇടവം, കർക്കിടം, തുലാം, വൃശ്ചികം രാശികളിൽ നിൽക്കുന്ന രാഹുവിന്റെ ദോഷശാന്തിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നാഗയക്ഷിയെ ഉപാസിക്കുകയാണ് വേണ്ടത്. നാഗയക്ഷി ക്ഷേത്രങ്ങളിൽ പോയി അഥവാ നാഗയക്ഷി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങളിൽ പോയി നാഗയക്ഷിക്ക് വേണ്ട ചെറിയ ചെറിയ പരിഹാരങ്ങളും കർമ്മങ്ങളും ചെയ്ത് നാഗയക്ഷിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദോഷം, ആ ഒരു സർപ്പദോഷം നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഭദ്രകാളി, ഭുവനേശ്വരി എന്നീ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ ഈ നാഗദോഷ ശാന്തിക്ക് തീർച്ചയായിട്ടും ഒരു 100% ഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഇത് വളരെ ഇത്തരം വീഡിയോകളൊന്നും പൊതുവെ അങ്ങനെ ആരും
പൊതുവെ ചെയ്തു വരുന്നതായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരെ ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു പരിഹാരം പറയുകയാണ് ചെയ്തത് ഇതിലൂടെ. കാരണം ഒരു സാധാരണക്കാരെന്നല്ല, ആർക്കും ചെയ്യാം. സാധാരണ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, സമ്പത്തൊക്കെ ഉള്ളവർക്ക്, ധാരാളം പൈസ ഉള്ളവർക്ക് എത്ര വലിയ കർമ്മവും ചെയ്യാൻ കഴിയും. ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. ഈ സാധാരണ നിത്യവൃത്തിക്ക് പോലും ഒരു വഴിയില്ലാതെ നടക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ കാണുമ്പോൾ മാനസികമായിട്ട് ഒരു വലിയ വിഷമം തോന്നുകയാണ്. മാത്രമല്ല, അവര് ജീവിക്കാൻ പോലും പാടുപെടുകയാണ്. ഒരു ദിവസം തള്ളി നിൽക്കുന്ന പല വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് അവരെങ്ങനെയും ലക്ഷങ്ങളെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അത്തരക്കാർക്ക് ഒരു പരിഹാരമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് പൊതുവെ അങ്ങനെ ആരും ചെയ്ത് കാണാറില്ല. കാരണം വലിയ വലിയ കർമ്മത്തിലേക്കാണ് എല്ലാവരും പോകാറ്. അപ്പൊ സാധാരണക്കാർക്ക് അത് ഉപകാരപ്രദമാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടണം. ഇത് നിങ്ങളുടെ സർപ്പദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റുന്നതായിരിക്കും. മാത്രമല്ല, സ്ഥിരമായിട്ട് സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവരെ സംബന്ധിച്ച് ഭാവിയിലേക്ക് എല്ലാ നന്മകളും നൽകുന്നതായിരിക്കും. സർപ്പ ദൈവങ്ങൾ പ്രസാദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നന്നായിരിക്കും എന്ന് തന്നെയാണ്. എല്ലാം നൽകാൻ അവർക്ക് കഴിയും. സന്താനം, സമ്പത്ത്, സർവ്വവിധ ഐശ്വര്യങ്ങളും സർപ്പദേവതകൾ കനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനോട് മുന്നോടിയായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.